സർ, നമ്മുടെ PSIR-ൻ്റെ മെയിൻസിൻ്റെ പ്രോഗ്രാം അത് പ്രിലിംസ് ക്ലിയർ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണോ? അല്ല, നമ്മൾ PSIR-ൻ്റെ മെയിൻസ് ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമിന് ആക്ച്വലി 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് PSIR-ൻ്റെ MTS ഒന്ന് PSIR-ൻ്റെ മാപ്പും. ഈ PSIR-ൻ്റെ MTS എന്ന് പറയുന്നത് ഇത്തവണ പ്രിലിംസ് പരീക്ഷ ക്ലിയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതായത് മെയിൻസ് എക്സാമിനേഷന് മുമ്പായിട്ട് PSIR സിലബസിൻ്റെ എൻറ്റയർ പ്രൊവിഷനും ഒരു തവണ നമുക്കൊന്ന് ആൻസർ എഴുതി പിള്ളേരെ ആ ഇത്തവണത്തെ മെയിൻസിന് വേണ്ടി കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് PSIR മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ ഒബ്ജക്റ്റീവ്. പക്ഷേ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം അങ്ങനെയല്ല. കാരണം ഈ കുട്ടികൾക്ക് കുറച്ചധികം സമയമുണ്ട്. മാത്രമല്ല ഇവർക്ക് പലതും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടും കോംപ്രിഹെൻസീവ് ആയിട്ടും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഐലൻഡിൽ PSIR-ന് വേണ്ടിയിട്ട് ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ഉണ്ട്. പ്രിലിംസ് കിട്ടാത്ത എല്ലാ കുട്ടികൾക്കും മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ തന്നെ എക്സാമിനേഷൻസ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ടൈം കൊടുക്കും ഇവർക്ക്. കാരണം ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഇത്രയും പോർഷൻസ് പഠിച്ചെടുക്കുന്നതിന് പോസിബിൾ ആകത്തില്ല. അതായത് പ്രിലിംസ് കിട്ടിയതിനെ സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് നോ അതർ ഓപ്ഷൻ അതർ ദാൻ ടു സ്റ്റഡി. സോ ഫോർ ദ അതേഴ്സ് വി ആർ ഗിവിങ് ദം മോർ ടൈം. അപ്പോൾ ആ ഒരു 2 വീക്ക് ടൈമിൽ ഇവർക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് ഈ PSIR-ൻ്റെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വരാൻ സാധിക്കും. അപ്പം അതാണെന്ന് തോന്നുന്നു പ്രിലിംസ് കിട്ടാത്ത കുട്ടികൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുന്നത്. എന്താണ് അഭിപ്രായം? യെസ് സർ, സെർട്ടൻലി. ഇത് ഒരു ലോങ്ങർ പീരീഡ് നമുക്കിപ്പോൾ കയ്യിലുണ്ട്. അപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ സമയം എടുത്ത് ഒരു പോർഷൻ പഠിച്ച് അതിന് ടെസ്റ്റ് എടുത്ത് കറക്റ്റ് ഫീഡ്ബാക്കും മെൻറ്റർഷിപ്പും എടുത്ത് പോകാനുള്ളൊരു സമയം നമുക്ക് കിട്ടും ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനും ഇതുപോലെ ഫസ്റ്റ് പ്രിലിംസ് ക്ലിയർ ചെയ്ത് വന്നപ്പോൾ ഇവിടെ PSIR-ൻ്റെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം എടുത്തിരുന്നു. എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആ ടൈമിൽ. ഓക്കെ, ഞാൻ PSIR ഓപ്ഷനിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെടുത്തും ഐലൻഡിലും അല്ലാതെയുള്ള എല്ലാ കുട്ടികളെടുത്തും പറയുന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ പ്രിലിംസ് പാസ്സായില്ല എന്നോർത്ത് ടെൻഷൻ അടിക്കരുത്. ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഓപ്ഷനിലും മെയിൻസിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷണൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഐലൻഡിലുള്ള PSIR-ൻ്റെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് വളരെ കോംപ്രിഹെൻസീവായിട്ട് നമുക്ക് സബ്ജക്ട്സുകൾ കംപ്ലീറ്റ് ചെയ്യാം, കവർ ചെയ്യാം. ഓക്കെ, അപ്പം ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഫോർ എനിവൺ ഹു ഇസ് നോട്ട് ഗോയിങ് ടു ക്ലിയർ ദ പ്രിലിംസ് ദിസ് ടൈം. പ്രിലിംസ് ഇത്തവണ ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ യാത്രയിൽ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഈ യാത്രയിൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകും.